Hi friends, welcome to my YouTube channel, Two Space Design. ഇന്ന് ഞാൻ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് 3D ഡിസൈൻ ആർക്കൊക്കെ പഠിക്കാം, എന്താണ് അതിൻ്റെ തൊഴിൽ സാധ്യതകൾ, എന്തൊക്കെ സോഫ്റ്റ്വെയർസാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ റെൻഡറിങ് എഞ്ചിന് എന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. എന്താണ് 3D അല്ലെങ്കിൽ ഡിസൈനിങ് പഠിക്കാനുള്ള ഒരു മാനദണ്ഡം? അത് ഒരിക്കലും വിദ്യാഭ്യാസം ഒരു ഘടകം മാത്രമാണ്, അല്ലാതെ ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇത് പഠിക്കാൻ പറ്റൂ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ക്രിയേറ്റിവിറ്റി ഉള്ള ഒരാളാണോ? നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇമാജിനറി ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? നിങ്ങൾ ചിത്രം വരക്കുമോ? നിങ്ങൾക്ക് നന്നായി ചിത്രം വരക്കാനുള്ള കഴിവുണ്ടോ? അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ഡിസൈനിങ് ഫീൽഡിലേക്ക് കടന്നു വരാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പഠിപ്പ് ഒരു മാനദണ്ഡമൊന്നുമല്ല. നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ട്, ഇംഗ്ലീഷ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും, അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഡിസൈൻ. അടുത്തതിൻ്റെ തൊഴിൽ സാധ്യതകൾ. ഡിസൈനിങ്, 3D ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിക് ഡിസൈനിങ്ങും ഉണ്ട്, 3D ഡിസൈനിങ് ഉണ്ട്, VFX ഉണ്ട്, പല വിധത്തിലുള്ള ഡിസൈനിങ് ഫീൽഡുണ്ട്. തൊഴിൽ സാധ്യത എന്ന് പറയുമ്പോൾ 3D ഡിസൈനർ, ആസ് എ 3D ഡിസൈനർ എന്താണ് നമുക്ക് സാധ്യതയുള്ള തൊഴിലുകൾ? ഒന്ന് എൻ്റർടൈൻമെൻറ്റ് ഫീൽഡാണ്. ഫസ്റ്റ് വൺ എൻ്റർടൈൻമെൻറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ, അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ലൈക്ക് ആനിമേഷൻ മൂവി അല്ലെങ്കിൽ ഒരു VFX മൂവി, അവെഞ്ചർ, സ്പൈഡർമാൻ, അവതാർ, അങ്ങനത്തെ സിനിമ ഒക്കെ എടുക്കുന്നത് VFX 3D ഡിസൈനിങ്ങിൻ്റെ സോഫ്റ്റ്വെയർ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും 3D ഡിസൈൻ. രണ്ടാമത്തെ മെയിനായിട്ടുള്ളത് ഗെയിമാണ്. ഗെയിമിങ് ഇപ്പോൾ ഉള്ള PUBG, ഫോർട്ട്നൈറ്റ്, കോൾ ഓഫ് ഡ്യൂട്ടി, പലതരത്തിലുള്ള ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് അതിനെപ്പറ്റി മെയിനായിട്ട് അറിയാം. അങ്ങനത്തെ ഗെയിമുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലുള്ള മോഡലിങ്, പ്രോപ്സ്, ബാക്ക്ഗ്രൗണ്ട്സ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ 3D ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അഡ്വർടൈസിങ് ആണ്. അഡ്വർടൈസിങ്, എക്സിബിഷൻ, ഇവൻറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ 3D ഡിസൈൻ ചെയ്യാൻ അതിനെല്ലാം 3D ഡിസൈനർമാർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെയുള്ളത് ആർക്കിടെക്ചറലാണ്, അതായത് ബിൽഡിങ്ങുകൾ, വീട്, ഇൻറ്റീരിയർ, കിച്ചൺ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കാൻ 3D ഡിസൈനർക്ക് പറ്റും. പിന്നെ ഉള്ളത് എൻജിനീയറിംഗ് ആണ്. എൻജിനീയറിംഗ്, ബ്രിഡ്ജുകൾ, പിന്നെ ബിൽഡിങ്സുകൾ, സ്ട്രക്ചറൽ ബിൽഡിങ്ങുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ, മെറ്റലിൻ്റെ, ഹെവി മെറ്റൽ വെച്ചിട്ടുള്ള ബിൽഡിംഗ് സ്ട്രക്ചറുകൾ, പിന്നെ എൻജിനീയറിംഗ് ബേസിട്ട് ഈ ഷിപ്പ്, കാറ്, ബോട്ടുകൾ, ട്രെയിന്, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം 3D മോഡൽ ചെയ്തെടുക്കും. എന്ത് സാധനം, ഈ കാറുകൾ എന്തായി കഴിഞ്ഞാലും ശരി, അത് പ്രൊഡക്ഷനിൽ വരുന്നതിന് മുന്നിട്ട് അവർ അതിൻ്റെ 3D മോഡൽ ഉണ്ടാക്കും, എന്നിട്ടേ അത് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് 3D ആസ് എ ഡിസൈനർ നിങ്ങൾക്ക് ജോബ് സാധ്യത ഉണ്ട്. പിന്നെയുള്ള കാര്യം മെഡിക്കലാണ്. മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, അങ്ങനത്തെ എക്യുപ്മെൻറ്റുകൾ ഡിസൈൻ ചെയ്യാൻ 3D ഡിസൈനർ ഒഴിവുണ്ടാവും. പിന്നെ ഉള്ളത് ജിയോളജി, നമ്മുടെ ഭൂമി കറങ്ങുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ 3D ഡിസൈനർ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഇതൊക്കെയാണ് 3D പഠിച്ചാലുള്ള ഓപ്പർച്യൂണിറ്റീസ് മെയിനായിട്ടുള്ളത്. സോഫ്റ്റ്വെയർ, എന്തൊക്കെ സോഫ്റ്റ്വെയറുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ഏത് സോഫ്റ്റ്വെയറാണ് ഇതിനാവശ്യം? ഒരു വിഭാഗത്തിലുള്ള എല്ലാ സോഫ്റ്റ്വെയറുകളും പെയ്ഡാണ്. നിങ്ങൾക്ക് പൈസ കൊടുത്ത് മാത്രമേ അത് വാങ്ങാൻ പറ്റുള്ളൂ. മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ഓട്ടോഡെസ്കിൻ്റെ 3D മാക്സ്, പിന്നെ ഓട്ടോകാഡ്, മായ, ഇൻവെൻറ്റർ,
അങ്ങനെയൊക്കെയുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. അത് ഓട്ടോഡെസ്കിൻ്റെ തന്നെയാണ്. പിന്നെയുള്ളത് റൈനോ കോർ എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്, 3D ഡിസൈനിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. ക്രിയോ, സോളിഡ് വർക്ക്സ്, ഇങ്ങനെയുള്ള മെക്കാനിക്കൽ സംബന്ധമായ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഞാൻ ഇതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽ എന്നും കൂടി പറഞ്ഞുതരാം. 3D Max, മായ ഈ 2 സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് 3D മോഡലിംഗ്, ലൈറ്റിംഗ്, റെൻഡറിങ്, ആനിമേഷൻ, ഇതാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ആനിമേഷൻ 3D Max ഉപയോഗിക്കുമ്പോൾ ആനിമേഷന് കുറച്ചുകൂടെ നല്ലത് മായയാണ്, 3D Max അല്ല. 3D Maxൽ ആനിമേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്, റിഗ്ഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ മായയാണ് കുറച്ചും കൂടി ആനിമേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്, ഇപ്പോഴല്ല, ഇപ്പോൾ കുറവാണ്. പിന്നെയുള്ളത് ഓട്ടോഡെസ്കിൻ്റെ റിവീറ്റ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ആർക്കിടെക്ചറൽ ഡിസൈനിങ്, സ്ട്രക്ചറൽ ഡിസൈനിങ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് മെയിനായിട്ട്. സിവിൽ എഞ്ചിനീയേഴ്സാണ് ഇത് മാക്സിമം ഉപയോഗിക്കുന്നത്, ആർക്കിടെക്ചറൽ സിവിൽ എഞ്ചിനീയേഴ്സ്. 3D ഡിസൈൻ, എക്സ്റ്റീരിയർ, ഇൻറ്റീരിയർ ഒക്കെ ചെയ്യാൻ നമുക്ക് 3D Maxും സ്കെച്ചപ്പും ഒക്കെ ഉപയോഗിക്കാം. അടുത്ത സോഫ്റ്റ്വെയർ സ്കെച്ചപ്പാണ്. സ്കെച്ചപ്പ് ഈസി ലേണിംഗ്, ഈസി ലേഔട്ട്, പെട്ടെന്ന് പഠിക്കാം, ആർക്കും ചെയ്യാം, ആർക്കും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ് സ്കെച്ചപ്പ്. സ്കെച്ചപ്പിൽ അധികം ലേഔട്ടുകളോ അധികം ടൂളുകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. മാക്സിമം ഒരു 10-15 ടൂള്, ഓപ്ഷൻസ്, കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. അത് വെച്ചിട്ട് നമുക്കൊരു വലിയ ബിൽഡിംഗ് വരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതല്ലാതെ അതിൻ്റെ പ്ലഗിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ടൂൾസുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, അത് ഫ്രീ ആണ്. സ്കെച്ചപ്പിൻ്റെ സൈറ്റുകളുണ്ട്, എക്സ്റ്റൻഷൻ വെയർഹൗസ്, 3D വെയർഹൗസ് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള. 3D വെയർഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതായത് 3D Maxും സ്കെച്ചപ്പും തമ്മിലുള്ള വലിയൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷർമെൻറ്റ് ബേസിൽ നമുക്ക് സ്കെച്ചപ്പിൽ മോഡൽ ചെയ്യാൻ പറ്റും. 3D Maxൽ എല്ലാം മെഷർമെൻറ്റ് ബേസിലൊന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് ഓർഗാനിക് മോഡലിംഗ് ആണ് 3ds Max. സ്കെച്ചപ്പ് എല്ലാം മെഷർമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മോഡലിംഗ് ആയിരിക്കും. അപ്പം 3ds Maxും സ്കെച്ചപ്പും തമ്മിലുള്ള വ്യത്യാസം ടൈം കൺസ്യൂമിംഗ് ആണ്. 3ds Maxൽ നമ്മളൊരു 1 hour കൊണ്ട് മോഡൽ ചെയ്യുന്ന സാധനം ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് സ്കെച്ചപ്പിൽ മോഡൽ ചെയ്തെടുക്കാൻ പറ്റും. സ്കെച്ചപ്പിന് വലിയൊരു ലൈബ്രറി തന്നെയുണ്ട്, 3D വെയർഹൗസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലുകൾ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നേരെ മറിച്ച് 3ds Maxൽ നമുക്ക് സൈറ്റുകളിൽ വളരെ, അവർക്ക് സ്വന്തമായിട്ട് അസറ്റ് ലൈബ്രറി അങ്ങനെയൊന്നുമില്ല, നമുക്ക് വേറെ സൈറ്റുകളിൽ നിന്ന് വളരെ കുറച്ച് 3D ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ബാക്കിയൊക്കെ പെയ്ഡാണ്. കാരണം അത് മേക്ക് ചെയ്തെടുക്കാനും കുറേ പണിയുള്ളതുകൊണ്ട് കുറച്ച് കഷ്ടപ്പാടാണ്. അതുകൊണ്ട് അവരിൽ നിന്ന് പൈസ വാങ്ങിക്കും. സ്കെച്ചപ്പ് പക്ഷേങ്കിൽ ഇതൊക്കെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അതാണ് ഇത് 2 തമ്മിലുള്ള വ്യത്യാസം. പിന്നെയുള്ളത് ക്രിയോ, ഈ ഇൻവെൻറ്റർ, ക്രിയോ, സോളിഡ് വർക്ക്സ് അങ്ങനത്തെ സോഫ്റ്റ്വെയറാണ്. അത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് മെക്കാനിക്കൽ എൻജിനീയറിംഗ് വർക്ക്സ്, അതായത് മെഷീനറീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മോഡൽ ചെയ്യാനാണ് സോളിഡ് വർക്ക്സ് എല്ലാം ഉപയോഗിക്കുന്നത്. ഓർഗാനിക് മോഡലിംഗ് അങ്ങനത്തെ കാര്യങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ബ്ലെൻഡറാണ്. ബ്ലെൻഡർ ഒരു ഓപ്പൺ സോഴ്സാണ്, ഫ്രീ സോഫ്റ്റ്വെയറാണ്. ഇപ്പോഴത്തെ അപ് ടു ഡേറ്റ് വേർഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ അഡ്വാൻറ്റേജ് കൂടുതലാണ്. കാരണം 3D ഡിസൈനിങ്, മോഡലിംഗ്, ടെക്സ്ചറിങ്, ലൈറ്റിംഗ്, റെൻഡറിങ്, VFX, എഡിറ്റിംഗ് എല്ലാം നിങ്ങൾക്ക് ബ്ലെൻഡറിൽ ചെയ്യാൻ പറ്റും. ബ്ലെൻഡർ ഫ്രീ ആണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുക, നിങ്ങൾക്ക് കയറി നോക്കാം. അത് ഫ്രീ സോഫ്റ്റ്വെയറാണ്. അതിൻ്റെ റിക്വയർമെൻറ്റ്, സിസ്റ്റം കോൺഫിഗറേഷൻ എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു 3D ഡിസൈനറാണ് ഓൾറെഡി, നിങ്ങൾ 3D Maxൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ബ്ലെൻഡറിലേക്ക് ചേഞ്ച് ആകുന്ന സമയത്ത് വളരെ പാടായിരിക്കും അത് പഠിച്ചെടുക്കണ്ടിക്കൽ. ബ്ലെൻഡർ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന, കാണാൻ ലേഔട്ടെല്ലാം ഭയങ്കര ഈസിയാണ്, പക്ഷേ എങ്കിൽ പഠിച്ചെടുക്കാൻ കുറച്ച് പണിയുള്ള സോഫ്റ്റ്വെയറാണ്. പക്ഷേ പുതുതായിട്ട് പഠിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, സ്റ്റാർട്ട് ചെയ്യുകയാണ് 3D ഡിസൈനിങ് ആണെങ്കിൽ,
ബെറ്റർ ബ്ലെൻഡറിലേക്ക് പോകുന്നതാണ്. അതായത് നിങ്ങൾക്ക് ആ ബിഗ് സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും, നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പം അത് നിങ്ങൾ ചൂസ് ചെയ്യുക. പിന്നെയുള്ള സോഫ്റ്റ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസാണ്. അതായത് അഡോബിൻ്റെ ആണെങ്കിൽ പ്രീമിയർ, നിങ്ങൾ മാക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ FCP, വിൻഡോസ് തന്നെ മാക്കിന് ഓൾട്ടർനേറ്റീവായിട്ട് ഫിലിമോറ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ കൂടി വന്നിട്ടുണ്ട്. ഇത്രയും സോഫ്റ്റ്വെയറാണ്, ഈ 3 സോഫ്റ്റ്വെയറാണ് എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ആവശ്യം എന്താ 3D ഡിസൈനർക്ക് എന്ന് ചോദിക്കുക. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വോക്ത്രോ ആനിമേഷൻ നിങ്ങൾ ചെയ്യുകയാണ്, നിങ്ങൾക്ക് പല രീതിയിലുള്ള എഡിറ്റിങ്ങും ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്, 3D ഡിസൈനറാണ് നിങ്ങൾ എന്നെപ്പോലെ. അപ്പോൾ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈനിങ് അറിഞ്ഞിരിക്കണം. 3D ഡിസൈനിങ്ങിന് മാത്രമല്ല ഈ എഡിറ്റിങ്ങും കൂടി അറിഞ്ഞിരിക്കണം. പിന്നെയുള്ളത് ആഫ്റ്റർ എഫക്ട്സ് ആണ്. ആഫ്റ്റർ എഫക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ VFXന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ആഫ്റ്റർ എഫക്ട്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. VFX ആണ് ആഫ്റ്റർ എഫക്ട്സിൻ്റെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ. ടൈറ്റിൽ ആനിമേഷൻ, ലോഗോ ആനിമേഷൻ, ടൈറ്റിൽ ലോഗോ മേക്കിംഗ്, VFX എഫക്റ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് ലോഗോ മേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ഇൻട്രോ മേക്കിംഗ് ചെയ്യണമെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ് ആണ് ബെസ്റ്റ്. അപ്പം ആഫ്റ്റർ എഫക്ട്സ് നിങ്ങൾ ഇതിൻ്റെ കൂടെ പഠിച്ചിരിക്കേണ്ട ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്. 3D ഡിസൈനർ ആണെങ്കിൽ ഇത്രയും സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമേ കാര്യമായിട്ടുള്ളൂ. ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന 10-15 സോഫ്റ്റ്വെയർ ഒന്ന് എക്സ്ട്രാ പഠിച്ചിട്ട് ഒരു യൂസും ഉണ്ടാവില്ല. അവസാനം എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു പ്രാവശ്യം യൂസ് ചെയ്യണമായിരിക്കും അത്രയും സോഫ്റ്റ്വെയർ പഠിക്കുന്നത്. അത്രയും സമയവും വേസ്റ്റാണ്. ഒരു വർഷത്തെ കോഴ്സാണെങ്കിൽ ചില സമയം 3-4 മാസം നിങ്ങൾക്ക് പോവുക വെറും ഈ ബാക്കിയുള്ള സോഫ്റ്റ്വെയർസ് പഠിക്കാനായിരിക്കും. അതിനെ കൊണ്ട് വലിയ യൂസ് ഒന്നും ഉണ്ടാവില്ല. ആ സമയം കൂടി നിങ്ങൾ 3Dൻ്റെ അകത്ത് തറമായിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3D ചാൻസ് ഇല്ലാണ്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇത്രയാണ് സോഫ്റ്റ്വെയർ ബേസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. സോഫ്റ്റ്വെയറിന് ഈ സോഫ്റ്റ്വെയറൊക്കെയാണ് നമ്മൾ 3D ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അടുത്തത് ഇതിൻ്റെ റെൻഡറിങ് എൻജിൻസ് ഏതൊക്കെയാണ്. റെൻഡറിങ് ബാക്കി നിങ്ങൾക്ക് ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി സംശയങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ട്യൂട്ടോറിയൽ വരുന്ന സമയത്ത് അതാത് സോഫ്റ്റ്വെയറിൻ്റെ അതിന് കറക്റ്റ് ടൈമിന് അത് പറഞ്ഞുതരാം. അടുത്ത വരുന്നത് റെൻഡറിങ്ങുകളാണ്. അതായത് റെൻഡറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3Dയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ ഒബ്ജക്റ്റ് ഏതായാലും ശരി, അങ്ങനെ ഒരു സാധനത്തിന് നമുക്ക് അതിൻ്റെ റിയാലിറ്റി, അതായത് അത് ഉണ്ടാക്കി റിയൽ വേൾഡിൽ അതെങ്ങനെയാണ് കാണുക നമുക്ക്, അങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിനെ എടുക്കുന്നതിനാണ് റെൻഡറിങ് എന്ന് പറയുന്നത്. അതിന് 3ds Maxന് ഫ്രീ ആയിട്ടുള്ള ഒരു റെൻഡറിങ് എഞ്ചിൻ അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അർണോൾഡ് എന്നാണ് അതിൻ്റെ, അർണോൾഡ്. അത് ഫ്രീ ആണ്. അതിൻ്റെ കൂടെ തന്നെ 3ds Max ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തിന് പണ്ട് മെൻ്റൽ റേ എന്നായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പം അർണോൾഡ് എന്നാണ് അതിൻ്റെ പേര്. അപ്പം അത് ഫ്രീ ആണ്. അത് നമുക്ക് അതിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷേ അധികം ആൾക്കാരും അത് യൂസ് ചെയ്യില്ല. ഇപ്പോൾ അത് കുറേ ആൾ യൂസ് ചെയ്ത് വരുന്നുണ്ട്, അത് ചെയ്തു നോക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേങ്കിൽ ഫെമിലിയർ വീറയാണ്. വീറ എല്ലാ 3D സോഫ്റ്റ്വെയറിനും വീറ അവൈലബിൾ ആണ്. സ്കെച്ചപ്പിനുണ്ട്, റൈനോനുണ്ട്, 3ds Maxനുണ്ട്, മായക്കുണ്ട്, റിവീറ്റിനുണ്ട്, എല്ലാത്തിനും വീറ അവൈലബിൾ ആണ്. വീറ ഒരു തേർഡ് പാർട്ടി പ്ലഗിനാണ്, അതിന് നിങ്ങൾ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. അതിനാണ് വീറ, അതാണ് 3D റെൻഡറിങ്, എക്സ്റ്റീരിയർ, ഇൻറ്റീരിയർ എല്ലാ റെൻഡറിങ്ങിനും വീറയാണ് ഉപയോഗിക്കുന്നത്. പിന്നെയുള്ളത് കൊറോണയാണ്. കൊറോണ രോഗമല്ല, കൊറോണ അതൊരു വീറ പോലത്തെ ഒരു പ്ലഗിനാണ്, റെൻഡറിങ് എഞ്ചിനാണ്. കൊറോണ, വീറ ഇത് രണ്ടുമാണ് മെയിൻലി ഇൻഡസ്ട്രി വൈസിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനം. വീറയാണ് കുറച്ച് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കൊറോണയും വന്നിട്ടുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ആർക്കിടെക്ചറൽ ബേസ് റെൻഡറിങ്ങിന് ഉപയോഗിക്കുന്ന 2 സോഫ്റ്റ്വെയർസ്, ഒന്ന് ലൂമിയോൺ, ഒന്ന് D5 റെൻഡർ. എൻസ്കേപ്പ് പോലത്തെ സ്കെച്ചപ്പിൻ്റെ പേര് എൻസ്കേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള 3D റെൻഡറിങ് വരുന്നുണ്ട്. അതെല്ലാം എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടതാണ്. ഇതുമെല്ലാം പെയ്ഡാണ്. ലൂമിയോൺ
യൂസ് ചെയ്യുന്നത് ആർക്കിടെക്ചറൽ വാക്ക് ത്രൂ ആനിമേഷൻസ് റെൻഡറിങ് വേണ്ടിയിട്ടാണ്. അജയ് പൂവാടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസൈനർ നിങ്ങൾ യൂട്യൂബിലെല്ലാം കണ്ടിട്ടുണ്ടാവും. ഒരു വയൽ സർപ്പക്കാവ് എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിൻ്റെ തനതായ രൂപം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് യൂസ് ചെയ്തിട്ടുള്ളത് 3ds Max ആണ് മോഡൽ ചെയ്യാൻ. റെൻഡർ ചെയ്തിട്ടുള്ളത് ലൂമിയോണിലാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, നിങ്ങൾക്ക് വേണ്ടി കാണാൻ പറ്റും വാക്ക് ത്രൂ ആനിമേഷൻസ്. പിന്നെ ഉള്ളത് DeFi റെൻഡർ. ലൂമിയോണിനെ പോലെ തന്നെയുള്ള ഒരു റെൻഡറിങ് എഞ്ചിനാണ് DeFi. പുതുതായിട്ട് വന്നതാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ബീറ്റ വേർഷൻ അവൈലബിളാണ്. സോ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആർക്കിടെക്ചറൽ റെൻഡറിങ്ങിന് നമ്മൾ വീറയാണ് ഇൻഡസ്ട്രി വൈസിൽ അധികം ആൾക്കാർ ഉപയോഗിക്കുന്നത്. ലൂമിയോണെല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് അധികം ആൾക്കാർ അത് ഉപയോഗിക്കുന്നില്ല. പിന്നെ അത് കുറച്ച് എന്താ പറയുക, ഹെവി സോഫ്റ്റ്വെയറാണ്, നല്ല സിസ്റ്റം കോൺഫിഗറേഷൻ വേണം. ഈ DeFi റെൻഡറിനൊക്കെ മിനിമം 8GB or 6GB മേലെയുള്ള ഗ്രാഫിക് കാർഡ്, 32GB അല്ലെങ്കിൽ 16GB റാം, നല്ല പ്രോസസ്സർ, ഇത്രയുണ്ടെങ്കിലേ ഈ സാധനം വർക്കാവുള്ളൂ. കാരണം GPU ബേസ്ഡ് റെൻഡറിങ് ആണ് ഈ സാധനം. CPU അല്ല എടുക്കുന്നത്, GPU ആണ് എടുക്കുന്നത്. അതൊക്കെ ഞാൻ പിന്നെ റെൻഡറിങ്ങിൻ്റെ ക്ലാസ് വരുന്നിടത്ത് ഞാൻ പറഞ്ഞു തരാം. പിന്നെയുള്ള ഒരു റെൻഡറിങ് എഞ്ചിന് കീഷോട്ടാണ്. കീഷോട്ട് ഉപയോഗിക്കുന്നത് പ്രൊഡക്റ്റ് റെൻഡറിങ്, അതായത് ഇപ്പോൾ പെപ്സി ക്യാന്, മെഷീൻസിൻ്റെ പാർട്ടുകൾ, അഡ്വർടൈസിങ്ങിന് ഉപയോഗിക്കുന്ന സാധനം, ലേസിൻ്റെ പാക്കറ്റൊക്കെ കണ്ടിട്ടില്ല, ഒറിജിനൽ പോലെയുള്ള ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ റെൻഡർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് കീഷോട്ടാണ്. കീഷോട്ട് എക്സ്പെൻസീവാണ്. വലിയ കമ്പനികൾ മാത്രമേ അത് അഫോർഡ് ചെയ്യുള്ളൂ, സാധാരണക്കാർക്കൊന്നും അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷേങ്കിൽ വർക്ക് ചെയ്യാൻ ഈസിയാണ്. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് മെറ്റീരിയൽ അങ്ങനത്തെ സിസ്റ്റമാണ്. അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ബട്ട് പ്രൈസ് വേറെ ഒന്നുമില്ല. ഇത്രയാണ് 3D റെൻഡറിങ്ങിൻ്റെ സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ. അടുത്തത് എവിടെ ഇത് പഠിക്കാം? യൂട്യൂബിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കി പഠിക്കാം. പക്ഷേ എൻ്റെ പേഴ്സണൽ അഭിപ്രായം, ഒരു ഇൻസ്ട്രക്ടറെ കീഴിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങളിതിൻ്റെ ബേസ് പഠിക്കണം. കാരണം ഇത് ഒരു സോഫ്റ്റ്വെയർ, ഇപ്പോൾ 3D Max പോലത്തെ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ ഡൗട്ട് വരും. നമ്മൾ യൂട്യൂബിൽ കാണുന്ന ട്യൂട്ടോറിയലിൽ എല്ലാം ഒന്നും അവർ കവർ ചെയ്യില്ല. അവർ ബേസിക് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോയുള്ളൂ. നമുക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് കുറേ സാധനങ്ങൾ, കുറേ ടൂളിനെ പറ്റിയിട്ട് നല്ല ഡൗട്ട് വരും. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ ഒരാൾ ചോദിക്കാനുണ്ടാവില്ല. അതുകൊണ്ടാണ് ഒരു ഇൻസ്ട്രക്ടർ കീഴിൽ തന്നെ ഇതിൻ്റെ ബേസ് പഠിക്കണം എന്ന് പറയുന്നത്. സെക്കൻഡ്, 6 മാസത്തെ ഒരു കോഴ്സ് അല്ലെങ്കിൽ 3 മാസത്തെ ഒരു കോഴ്സ് കൊണ്ട് ഇത് പഠിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ 6 മാസത്തെ കോഴ്സ് ഇത് പഠിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഈ 6 മാസം അല്ലെങ്കിൽ 3 മാസം കൊണ്ട് 3ds Maxൻ്റെ ഒരു 10% പോലും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല. 3D എന്നല്ല, 3D റിലേറ്റഡ് ആയിട്ടുള്ള ഏത് സോഫ്റ്റ്വെയർ ആയി കഴിഞ്ഞാലും 3 മാസം കൊണ്ട് നിങ്ങൾക്ക് ഒന്നും എത്തൂല. അതിൻ്റെ ഒരു ബേസിക് നിങ്ങൾക്ക് കിട്ടുകയില്ല. അപ്പോൾ നിങ്ങൾ അതൊരു 1 വർഷത്തെയോ 2 വർഷത്തെയോ മെയിൻ കോഴ്സായിട്ട് എടുക്കണം ആ സാധനം. ഇനി ഈ കോഴ്സ് എടുക്കുന്നതിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ 3D ഡിസൈനിങ്ങിൻ്റെ ഒരു കോഴ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സമീപിച്ച് കഴിഞ്ഞാൽ അവരാദ്യം നിങ്ങൾക്കൊരു പാക്കേജ് അങ്ങ് തരും. ഞങ്ങൾ ഇത് പഠിപ്പിക്കും, ഈ സോഫ്റ്റ്വെയർ ഉണ്ട്, കോഡിംഗ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, ആനിമേഷൻസ് ഉണ്ട്, 2D ആനിമേഷൻസ് ഉണ്ട്, ഇങ്ങനെ കുറേ സാധനങ്ങൾ പഠിപ്പിക്കും. നിങ്ങൾ ഒരു കോഴ്സിന് ചേരുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം ഉറപ്പിക്കേണ്ട ഒരു ഷുവർ ആയിട്ടത് മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. പുതിയതായിട്ട് ചേരാൻ പോകുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കോഴ്സ് ചെയ്യുന്നത് അത് നിങ്ങൾ ആദ്യം മൈൻഡിൽ ഫിക്സ് ചെയ്യണം. അതായത് ഞാൻ ആർക്കിടെക്ചറൽ ആൻഡ് ഇൻറ്റീരിയർ ഡിസൈനിങ് പഠിക്കേണ്ടിയിട്ടാണ് ഈ കോഴ്സിന് ചേരുന്നത്. അങ്ങനെ ഉറപ്പിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട സോഫ്റ്റ്വെയർസ്, അതായത് 3D റിലേറ്റഡ് ആണ് ഞാൻ പറയുന്നത്, ബാക്കിയല്ല. 3D റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്നതാണെങ്കിൽ ബേസ് നിങ്ങൾക്ക് വേണ്ടുന്നത് ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ. ഇത് രണ്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ മെയിനാണ്. അത് ഏതൊരു ഡിസൈനറായാലും 3D ഡിസൈനറായി കഴിഞ്ഞാൽ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട 2 സോഫ്റ്റ്വെയറാണ് ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ.
നമുക്ക് പല ടെക്സ്ചറുകളും പല എഡിറ്റിങ്, പോസ്റ്റ് പ്രൊഡക്ഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളിൽ നമുക്ക് ഒരു റെൻഡറിങ് കഴിഞ്ഞതിന് ശേഷം കളർ കറക്ഷൻ, വൈറ്റ് ബാലൻസ്, അങ്ങനെ കുറേ സാധനങ്ങൾ സെറ്റ് ചെയ്യണമെങ്കിൽ ഫോട്ടോഷോപ്പിലേ പറ്റുള്ളൂ. ഈ ചില നിങ്ങൾ വീടിൻ്റെയൊക്കെ 3D റെൻഡറിങ് കാണും, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള മരങ്ങൾ, കാര്യങ്ങൾ, അതൊക്കെ ഫോട്ടോഷോപ്പിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫോട്ടോഷോപ്പ് മെയിനായിട്ട് പഠിക്കണം. രണ്ടാമത്തത് ഇല്ലസ്ട്രേറ്റർ വെക്ടർ ബേസ്ഡ് ആണ്, അതായത് 2D ആണ്. വെക്ടർ ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗോ ക്രിയേറ്റ്, ഫോട്ടോഷോപ്പിൽ നിങ്ങളൊരു ലോഗോ ക്രിയേറ്റ് ചെയ്തു, ആ ലോഗോ നിങ്ങൾക്ക് വലിയൊരു സൈസിൽ പ്രിൻ്റ് ചെയ്യാൻ പറ്റില്ല, അത് പിക്സൽ ബേസ്ഡ് ആയിട്ട് പൊട്ടിപ്പോകും. നേരെ മറിച്ച് നിങ്ങൾ ഇല്ലസ്ട്രേറ്ററിലാണ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വലിയ സ്കെയിലിൽ വേണ്ടിക്കലും അത് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇത് രണ്ടിൻ്റെയുള്ള വ്യത്യാസം. അപ്പം നമുക്ക് പല ലോഗോസും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടിക്കലും ഇല്ലസ്ട്രേറ്റർ നിർബന്ധമാണ്. ലൈനായിട്ട് നമുക്ക് DXF ഫയലായിട്ട് എടുക്കാൻ പറ്റും. അപ്പം ഇല്ലസ്ട്രേറ്റർ, ഫോട്ടോഷോപ്പ്, ഇത് രണ്ടും പഠിച്ചിരിക്കണം. പിന്നെയുള്ള മെയിനായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഓട്ടോഡെസ്കിൻ്റെ ഓട്ടോക്യാഡാണ്. അധിക ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇത് കൊടുക്കില്ല, ഇത് വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ ആയിട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ വേറെ ഏത് സോഫ്റ്റ്വെയർ നിങ്ങൾ മെയിനായിട്ട് എടുത്തിട്ടില്ലെങ്കിലും ഓട്ടോക്യാഡ് മെയിനായിട്ട് പഠിക്കണം. കാരണം ഈ ഫീൽഡിൽ 3D ഡിസൈനിങ് എന്ന് പറഞ്ഞ ഫീൽഡിൽ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഡിസൈനിങ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു കമ്പനിയിൽ പോകുന്നതാണെങ്കിൽ നിങ്ങളോട് ആദ്യം ചോദിക്കുക ഓട്ടോക്യാഡ് അറിയാതെ. ഓട്ടോക്യാഡ് അറിയില്ല, പക്ഷേ ഞാൻ 3D മാക്സിൽ ഭയങ്കര ബിൽഡിങ്ങുകളിൽ ഉണ്ടാക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം അവർക്ക് എല്ലാം മെഷർമെൻറ്റ് ബേസ്ഡ് ആയിട്ടാണ് കമ്പനികൾ നീങ്ങുക. അപ്പം അവർക്ക് നിങ്ങൾക്കൊരു 2D പ്ലാൻ അവർ തരും, എൻജിനീയറെ വരച്ചത്, അത് 3Dയിലാക്കി കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോക്യാഡ് അറിയില്ലെങ്കിൽ അവിടെ തീർന്നു. ഓട്ടോക്യാഡ് മെയിനായിട്ട് പഠിച്ചിരിക്കണം. നിങ്ങളെ കോഴ്സിൽ അത് ഇൻക്ലൂഡ് ചെയ്യാനും കൂടി നോക്കാം. പിന്നെയുള്ളത് നിങ്ങൾ ഏത് സോഫ്റ്റ്വെയറാണ് മെയിനായിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, 3D മാക്സ് ആണോ, മായയാണോ, ഏതാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാം. അത് ഒരു വിഷയമേ അല്ല, അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതിലാണ് ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പഠിക്കാം. അടുത്തത് സിസ്റ്റം കോൺഫിഗറേഷൻ്റെ 3D ഡിസൈനിങ് ബിഗിനർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വലിയ സിസ്റ്റമൊന്നും ആവശ്യമില്ല. 4GB റാം, 2GB ഗ്രാഫിക് കാർഡ്, ഒരു i5-ൻ്റെയോ i3-ൻ്റെയോ സിസ്റ്റം, ഇത്രയേ വേണ്ടുള്ളൂ സ്റ്റാർട്ടിങ്. കുറച്ചും കൂടി നിങ്ങൾ മോഡലിങ് കാര്യങ്ങൾ, സെറ്റ് ഡിസൈനിങ്ങെല്ലാം ചെയ്യുന്നതാണെങ്കിൽ 8GB റാം, ഒരു 4GB ഗ്രാഫിക് കാർഡ്, i7 സിസ്റ്റം. കുറച്ചും കൂടി നല്ല ലെവലിൽ നിങ്ങൾക്ക് കുറച്ച് പൈസയൊക്കെ ഉള്ളതാണെങ്കിൽ AMDൻ്റെ റീസൺ ഉണ്ട്, അല്ലെങ്കിൽ ഇൻറ്റലിൻ്റെ i7 10th ജനറേഷൻ, അല്ലെങ്കിൽ i9 അങ്ങനത്തെ പ്രോസസ്സറുണ്ട്. ഇപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റം AMD Ryzen 7 എന്ന് പറഞ്ഞിട്ട് 3700X എന്ന് പറഞ്ഞിട്ടുള്ള 8 core 16 ത്രെഡിൻ്റെ ഒരു പ്രോസസ്സർ, പിന്നെ NVIDIAൻ്റെ 2060 എന്ന് പറഞ്ഞിട്ടുള്ള RTXൻ്റെ ഒരു ഗ്രാഫിക് കാർഡ്, 16GB റാം, GB ഒരു മദർ ബോർഡ്. ഇത്രയേ ഉള്ളൂ. അറൗണ്ട് നല്ല 1 lakhൻ്റെ അടുത്ത് പൈസ വരും. ഇത് കുറച്ചും കൂടി പ്രൊഫഷണലായിട്ട് നിങ്ങൾ ഡിസൈനിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ആവശ്യമുണ്ട്. ബിഗിനേഴ്സിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, 4GB ഇനഫാണ്. പിന്നെ ചില സോഫ്റ്റ്വെയർസിന് മാത്രം ഒരു പർട്ടിക്കുലർ കോൺഫിഗറേഷൻ സപ്പോർട്ട്, ഞാൻ പറഞ്ഞ് ലൂമിയോണ്, D5 എന്നെല്ലാം പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർസിന് ഇങ്ങനത്തെ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. സോ ഇപ്പോൾ ഇത്രയും പറഞ്ഞത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ പുതുതായിട്ട് ഡിസൈനിങ്ങിന് ചേരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കോ വളരെ ഹെൽപ്പാവുന്നതാണ് എൻ്റെ വിശ്വാസം. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി പുതിയ വീഡിയോയിൽ പുതിയ ട്യൂട്ടോറിയലായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.